കോൺഗ്രസിൻ്റെയും രാജ്യത്തെ CPM-ൻ്റെയും ഒരു ഗതികേടിനെ കുറിച്ച് എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. രാജ്യത്തെ മോദി ഭരണത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത ജനകീയമായ ഒരു പ്രക്ഷോഭവും സ്വന്തമായി നടത്താൻ കെൽപ്പില്ലാത്ത രണ്ട് രാഷ്ട്രീയ മുന്നണികൾ ഒടുവിൽ ചെന്ന് ഒരു CJP എന്നൊരു തമാശ പാർട്ടിയുടെ അല്ലെങ്കിൽ അങ്ങനെ പേരിലുള്ള ഒരു സംഘടനയുടെ പുറകിൽ അണിനിരക്കുന്നു എന്നുള്ളത് എത്ര ആശയ ദാരിദ്ര്യമാണ്, എത്ര രാഷ്ട്രീയ ദാരിദ്ര്യമാണ്. ഇതിനേക്കാൾ ചെന്ന് കെട്ടിത്തൂങ്ങി ചത്തുകൂടെ എന്ന് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇനി അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കിടക്കാം. എന്തായിരുന്നു ഈ സമരത്തിൻ്റെ ലക്ഷ്യം? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യം. രാജ്യത്ത് 20 മുതൽ 22 ലക്ഷം വരെ കുട്ടികൾ എഴുതിയതാണ് നീറ്റ് പരീക്ഷ. കഴിഞ്ഞ ദിവസം അവിടെയുള്ള ചില ആളുകൾ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, അല്ലാതെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തുവിട്ടിട്ടില്ല. ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവിടുത്തെ കുട്ടികൾ പറയുന്നത്, ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ഈ സമരത്തിൻ്റെ വേദിയിലേക്ക് എത്തിയത്. ഈ സമരവേദി എന്ന് പറയുന്നത് തീർച്ചയായും ഒരു നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു സമരവേദി ആകുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. എന്നാൽ വന്നു കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൻ്റെ സ്വഭാവം മാറുന്നു. ബ്രാഹ്മണ്യം മുർദാബാദ്, ഹിന്ദുത്വം മുർദാബാദ്, മോദി മുർദാബാദ്, മോദി ഭരണകൂടത്തെ താഴിറക്കുക, BJP സർക്കാരിനെ താഴിറക്കുക, ഇതൊക്കെയായി മുദ്രാവാക്യം മാറി. ഉമർ ഖാലിദിനെ വിട്ടയക്കുക, ഈ കുട്ടികൾ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുക, അതെ, അതുപോലെ രാജ്യവിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ. അപ്പൊ ഈ കുട്ടികൾ ആകെ അന്തം വിട്ടു. ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതിനുശേഷം ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ അവിടെ വാങ്ചുക്ക് ഈ പറയുന്ന പോലെ നിരാഹാരം കിടക്കുന്നു. ഇവിടെ സമൂസ, ചായ, കട്ട്ലറ്റ് ഇത്യാദി കാര്യങ്ങൾ, ബ്രെഡ് ഓംലെറ്റ്, ഇതെല്ലാം കൃത്യസമയത്ത് വരികയാണ്. ദിവസത്തിൽ 4-5 നേരം ആഹാരം കൃത്യമായി വരുന്നു. അപ്പോൾ ഇവരാകെ എന്താ വിട്ടു, ഇതെന്താ സംഭവം? ഇതിന് പൈസ എവിടുന്നാണ്? ഇത് അങ്ങനെയാണോ ഒരു നിരാഹാര സമരം? ഒരു മനുഷ്യൻ വെച്ചെന്ന് 8-10 ദിവസമായിട്ട് വെള്ളം പോലും ഇറക്കാൻ വരെ കിടക്കണം. അയാളുടെ മുന്നിൽ വെച്ചാണ് ഈ സമൂസയും എഗ് ഓംലെറ്റും ഒക്കെ കഴിക്കുന്നത്. അത് വേറൊരു തമാശ. ഇതിലേക്ക് എത്തിപ്പെട്ടത് ആരൊക്കെയാ? കേരളത്തിൽ നിന്ന് A റഹീം, ഞാൻ പറഞ്ഞ ആഗോള പുരോഗമന പ്രസ്ഥാനങ്ങളുടെ അപ്പോസ്തലനാണ് ഇപ്പം പുള്ളി. അദ്ദേഹം ഇന്ന് ദ ബ്രിട്ടാസ് മിനിസ്റ്റർ ഹൂം MP ഹൂം എന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ ഡൽഹി പോലീസിലെ ഈ പോലീസുകാർക്ക് ഇത് എന്ത് മിനിസ്റ്റർ, ഈ കേരളത്തിലുള്ള പാർട്ടിക്കാരെ അവര് പറഞ്ഞു കഴുത്തി കുത്തിയെടുത്ത് പുറത്തെറിഞ്ഞു. സമരത്തിൽ അക്രമം നടത്താൻ എത്തിയ ആരായാലും ചെല്ലും. തിരിച്ച് അതുപോലെ PC വിശ്വനാഥ്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ വല്ലപ്പോഴും ജിമ്മിൽ പോകുന്നതിന് പകരം ഇത്തരം എക്സസൈസുകൾ ചെയ്യുന്നത് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ചെയ്യുമ്പോൾ മാത്രമേ ശരീരം അനങ്ങത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് രാഹുൽ ഗാന്ധിക്ക് ഒരു അവസരമാണ്. ജയിലിൽ കിടന്ന് മൂട്ടകടി കൊണ്ട് കൊതുകടി കൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവായി ഭാവിയിലും ആ വർഷങ്ങളായി തുന്നി വെച്ചിരിക്കുന്ന ഒരു കുപ്പായമുണ്ടല്ലോ, അത് എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇതിലൂടെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് വിടട്ടെ, ഞാൻ ഈ A റഹീമിൻ്റെയും ബ്രിട്ടാസിൻ്റെയും പിന്നെ ബേബി, വലിയ തമാശയാണ് MA ബേബി, CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. പുള്ളി എന്തൊക്കെയോ പറയുന്നു. അവസാനം പറഞ്ഞത് രാധാഷാവ പോവാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല, മറ്റവന്മാരെ കൈകാര്യം ചെയ്യും. കിട്ടിയ ഓട്ടോറിക്ഷയില് ബേബി പോയി. ഈ പോയി സമരം ചെയ്ത ബ്രിട്ടാസ്, A റഹീം, ശിവദാസൻ അടക്കമുള്ള ഈ ആളുകളുടെ നേതാക്കന്മാർ ഭരിച്ചപ്പോഴാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC റാങ്ക് ഹോൾഡേഴ്സ് 56 ദിവസമോ 60 ദിവസമോ സമരം നടത്തുന്നത്. ആ വീഡിയോ ഇവിടെ കാണിക്കണമായിരുന്നു. എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത് താമസിച്ചു പോയി. കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തെരുവിൽ പഠിച്ച കുട്ടികൾ, ഡിഗ്രിയും B.Edും M.Edും MPhilഉം ഒക്കെ എടുത്ത എത്രയോ കുട്ടികൾ ആ തെരുവിൽ, ആ ഫുട്പാത്തിൽ, സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ ഫുട്പാത്തിൽ കിടന്നുറങ്ങി രാവും പകലും മഴയും വെയിലും കൊണ്ട്. ഇവന്മാരേവനെങ്കിലും ഒരുത്തൻ അവിടെ തിരിഞ്ഞു നോക്കിയോ? ഈ പാറ്റാ സമരം, രാജ്യവിരുദ്ധന്മാർ, രാജ്യദ്രോഹികൾ ഡൽഹിയിൽ നടന്ന പാറ്റാ സമരത്തിന് ഐക്യദാർഢ്യമായി പോയല്ലോമാര്. ഈ പറയുന്ന തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ 56 ദിവസമോ 60 ദിവസമോ എനിക്ക് ഓർമ്മയില്ല, അവർ കെഞ്ചി, നിങ്ങൾ ഒരു 6 മാസം ഞങ്ങളുടെ ഈ ലിസ്റ്റിന്റെ കാലാവധി നീട്ടിത്തരും. ഒന്നും ഇടിഞ്ഞു വീഴത്തില്ല, ആകാശമൊന്നും ഇടിഞ്ഞു വീഴത്തില്ല. ഈ 6 മാസം കൂടെ കാലാവധി നീട്ടിക്കൊടുത്ത് ഈ കേരളത്തിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എത്രയോ കുടുംബങ്ങൾ ഇപ്പോൾ രക്ഷപ്പെട്ടു പോയനെ. എത്രയോ പെൺകുട്ടികൾക്ക് അവരുടെ കാലിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. എത്രയോ കുടുംബങ്ങൾക്ക് അത്താണിയാകുമായിരുന്നു. എത്രയോ കുട്ടികൾക്ക് സ്വന്തം അമ്മയും അച്ഛനുമൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുമായിരുന്നു. അതിന് പോയില്ല. ഇവിടെ അടുത്ത് ഈ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടിനെ കുറിച്ച് പറയുന്നതാരാ? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പോലീസിന്റെ ടെസ്റ്റ് നടത്തുന്നതിന് ക്രമക്കേട് നടത്തി കത്തിക്കുത്തിലൂടെ ആ വാർത്ത പുറത്തു വന്നവരാ. അന്നും കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ആക്ഷേപമുണ്ടായിരുന്നു.
കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പല SFI ഭരിക്കുന്ന കലാലയങ്ങളിലും പരീക്ഷ നടത്തുന്നതിൽ ക്രമക്കേടുണ്ട്. ചോദ്യപേപ്പർ ചോർത്തുകയും ആ ചോദ്യപേപ്പറിൽ എഴുതി ഏറ്റവും ക്രിമിനലായിട്ടുള്ള അക്ഷരാഭ്യാസമില്ലാത്തവൻ 1 മുതൽ 100 റാങ്കുകളിൽ വരികയും ചെയ്തു എന്നുള്ളത് അന്നുയർന്ന ആരോപണമാണ്. അത് തെളിയിക്കപ്പെടുകയും ചെയ്തു കത്തിക്കുത്ത് കേസോടുകൂടി. എന്തേ ആ കേസുകളിലെല്ലാം ആരോപണ വിധേയരായിട്ടുള്ള ആളുകളാണ് ഇവിടെ നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ അതിൽ മോദി സർക്കാരിനെ വെല്ലുവിളിക്കാൻ വരുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, അവസാനിപ്പിക്കാം. കേരളത്തിൽ ഇഡിക്കെതിരെ സമരം നടത്തി ചെറുപ്പക്കാരായിട്ടുള്ള 27 പേർ അര സെഞ്ചുറി അടിച്ചു ഇപ്പോൾ ജയിലിൽ കിടന്നിട്ട്. അതിന് സെഞ്ചുറിയും ഡബിൾ സെഞ്ചുറിയും ഒക്കെ ആകും. അതിനേക്കാൾ തീഹാർ ജയിലിൽ പോകുമെന്നുള്ളതാണ് ഇനി പേടി. ആ ചെറുപ്പക്കാരെ ഇത്തരമൊരു കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് വിട്ട നേതാക്കന്മാർ എവിടെയാ? അതിന് സമാനമാണ് ഈ ജന്തർ മന്ദറിൽ നടക്കുന്ന ഈ കലാപം എന്ന് ഞാൻ പറയുന്നു. ഡൽഹി പോലീസ് വളരെ കൃത്യമായ നടപടികൾ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കേരളത്തിൽ നിന്നുള്ളവരോടാണ്. ഇവിടെ PSC പരീക്ഷ ക്രമക്കേട് വന്നു, ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി. ഇതിലൊന്നും ഒരക്ഷരം പോലും ഉരിയാടാത്തവരാണ് അങ്ങ് ജന്തർ മന്ദറിൽ പോയി പാർട്ടികൾക്ക് ഇത്ര വലിയ അഭിവാദ്യമൊക്കെ അർപ്പിച്ച് ഈ ദേശവിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്നത്.